ഹായ്, ചെറിയൊരു അറിവ് പങ്കുവയ്ക്കാം. 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്നും 2 പ്രദേശങ്ങൾ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒന്ന് കിച്ചൻ സ്ഥിതി ചെയ്യുന്നത് ഫലോഡി, രാജസ്ഥാൻ. മറ്റൊന്ന് മെനാർ ഉദയ്പൂർ, രാജസ്ഥാൻ. കിച്ചനും മെനാറും. ഓക്കെ, ഇതോടുകൂടി ഇന്ത്യയിൽ നിന്നും റാംസർ പട്ടികയിൽ ഇടം നേടിയ പ്രദേശങ്ങളുടെ എണ്ണം 91 മാറി. നിലവിലെ ഇന്ത്യയിൽ നിന്നും റാംസർ സൈറ്റിൽ ഇടം നേടിയ പ്രദേശങ്ങളുടെ എണ്ണം 91. ഏറ്റവും കൂടുതൽ പ്രദേശം റാംസർ പട്ടികയിൽ ഇടം നേടിയ സംസ്ഥാനമാണ് തമിഴ്നാട്. 20 പ്രദേശങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നും റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2025 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിനോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലസംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനവും രാജസ്ഥാൻ തന്നെയാണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയമാണ് ആഗോളതലത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദിയാണ് ജെജു ദ്വീപ്, ദക്ഷിണ കൊറിയ. ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദിയാണ് ജെജു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ കൊറിയ. ഇത്രയും പറഞ്ഞത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടാണ്. ഇതുപോലെ തന്നെ 2025 ഫെബ്രുവരി 2 അറിയാം, ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനത്തിൽ ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ 4 പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഒന്ന് സക്കരക്കോട്ടൈ പക്ഷിസങ്കേതം, തമിഴ്നാട്. തേർതങ്കൽ പക്ഷിസങ്കേതം, തമിഴ്നാട്. ഉദുവ തടാകം, ജാർഖണ്ഡ്. കെച്ചയോ പാൽരി തണ്ണീർത്തടം, സിക്കിം. അതിൽ ഉദുവ ജാർഖണ്ഡ്, കെച്ചയോ പാൽരി സിക്കിമിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ആദ്യമായി റാംസർ സൈറ്റിൽ ഇടം നേടിയ പ്രദേശങ്ങളായിരുന്നു ഇവ 2. ഓക്കെ, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കറണ്ട് അഫെയർ ആണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി റാംസർ പട്ടികയിൽ ഇടം നേടിയ നഗരങ്ങളേവ. പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്നും ആദ്യമായി റാംസർ പട്ടികയിൽ ഇടം നേടിയ നഗരങ്ങളേവ. ഇൻഡോർ മധ്യപ്രദേശ്, ഉദയ്പൂർ, രാജസ്ഥാൻ.